ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1180 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്തവരെ ഒന്ന് മെൻഷൻ ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ജോൺ വിക് 7899 300 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. താങ്ക്സ് എ ലോട്ട് ബ്രോ, ഇങ്ങനെ കട്ട സപ്പോർട്ട് തന്നതിന്റെ കൂടെ നിൽക്കുന്നതിന്. പിന്നെ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ബ്ലാക്ക് ബി I2I, അതേപോലെ തന്നെ രഞ്ജിത്ത് ചന്ദ്രൻ 7478, ഇവർ രണ്ടുപേരും 40 രൂപ വീതം സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോസിന് ഇങ്ങനെ നല്ലൊരു സപ്പോർട്ട് തരുന്നതിന് നിങ്ങൾ രണ്ടുപേരോടും വലിയ നന്ദിയുണ്ട്. അപ്പോൾ ഇവരെ പോലെ തന്നെ എൻ്റെ എല്ലാ വൺ പീസ് വീഡിയോസും ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഹൈപ്പ് ഒക്കെ ചെയ്ത് കട്ട സപ്പോർട്ട് തന്ന് കൂടെ നിൽക്കുന്ന എൻ്റെ മറ്റെല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു വലിയ നന്ദി. നിങ്ങളുടെ എല്ലാവരുടെ ഈ സപ്പോർട്ട് ഇതേപോലെ തന്നെ തുടരുക. അതേപോലെ തന്നെ കഴിഞ്ഞ സ്പോയിലർ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ മുമ്പത്തെ ഒരു വീഡിയോ കോപ്പിറൈറ്റ് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. സോ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നിങ്ങൾ എൻ്റെ ബാക്കപ്പ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കുക. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും തരുന്ന ഈ സപ്പോർട്ട് കൊണ്ട് നമ്മളുടെ ഈ ചാനൽ അങ്ങനെ 7000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളുടെ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. സോ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ കവർ ഫോട്ടോ ഇപ്പോൾ ക്യൂട്ടായിട്ടുള്ള ഒരു ചിത്രമാണ്. അതായത് വെഗാപങ്ക് സിയൂസിനെ മോഡിഫൈ ചെയ്തിട്ട് കുറെ ക്യാൻഡീസ് ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്. ഇപ്പൊ അതിന്റെ കീഴിൽ അതെല്ലാം തിന്നുകൊണ്ട് ചോപ്പർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നാമി ആണെങ്കിലും അടുത്തായിട്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ എവിടെയാണോ നിർത്തിയത് അവിടുന്ന് തന്നെ നമ്മൾ തുടങ്ങുന്നുണ്ട്. ഓറസ്റ്റ് കൊട്ടാരത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഇമു ഇപ്പോൾ നേരെ വെസ്റ്റേൺ വില്ലേജിലേക്ക് ജമ്പ് ചെയ്യുന്നു. ഹാജറുദ്ദീനും സ്റ്റാൻസനും മറ്റ് ജയൻസും ഒക്കെ ഇപ്പോൾ ഇത് കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ താഴെ വന്ന് നിൽക്കുന്ന ഇമുവിന്റെ ഒരു ഫുൾ സൈസ് പിക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദേഹത്തെല്ലാം കുറെ വൈറ്റ് ഡോട്ട്സ്, പിന്നെ കയ്യില വലിയ വെപ്പൺ. മൊത്തത്തിലുള്ള സൈസ് നോക്കുകയാണെങ്കിൽ കൈഡോയുടെ അത്ര ഉണ്ടാവും. താഴെ എത്തിയ പാടെ ഇപ്പോൾ ഇമു ചോദിക്കുന്നുണ്ട്, ഈ രാജ്യത്തിന്റെ രാജാവ് എവിടെയാണ്? ബ്രോഗി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ വന്ന് ഇതൊക്കെ ചോദിക്കാൻ അതിന് നീ ഏതാ? അതേപോലെ തന്നെ ഡോറി ആണെങ്കിൽ പറയുന്നുണ്ട് എൽബാഫിന് അങ്ങനെ രാജാവൊന്നും ഇല്ല എന്ന്. ഇപ്പോഴാണ് ഗേഡിന്റെ കയ്യിൽ ഇങ്ങനെ 2 കഷ്ണമായിട്ടിരിക്കുന്ന സോമേഴ്സിനെ ഇമു ശ്രദ്ധിക്കുന്നത്. സോമേഴ്സ് ആണെങ്കിലും ഇമുവിനെ കണ്ടപാടെ ഗ്രേറ്റ് വൺ എന്ന് വിളിച്ച് അലറുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ആ സോമേഴ്സിനെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഗേഡിന്റെ 2-3 വിരൽ അറ്റുപോയിട്ട് സോമേഴ്സ് താഴേക്ക് വീഴുന്നുണ്ട്. എന്താണ് നടന്നതെന്നൊന്ന് പ്രോസസ് ചെയ്യാനുള്ള ടൈം പോലും ഗേഡിന് കിട്ടിയില്ല. അതിനു മുന്നേ ഇമു ആ വെപ്പൺ വെച്ചിട്ട് ഗേഡിന്റെ വിരലുകൾ അരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. ഇമു ആണെങ്കിൽ ഇപ്പോൾ സോമേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, സോമേഴ്സ് നീ എന്താ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ഇപ്പൊ ആ വിരളറ്റ് പോയത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഗേഡ്. ഹാജറുദ്ദീനും സോറോയും ഒക്കെ ഇത് കണ്ടിട്ട് ഇപ്പോൾ അങ്ങ് ഞെട്ടുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗേഡിന്റെ ആ മുറിഞ്ഞു പോയ വിരലുകളും സോമേഴ്സും താഴെ വന്ന് വീണിരിക്കുകയാണ്. ഗേഡ് ആണെങ്കിലും ഇപ്പൊ ഇങ്ങനെ പുറമോട്ട് മറിഞ്ഞു വീഴാൻ തുടങ്ങുന്നു. ചുറ്റും നിൽക്കുന്ന ജയൻസ് എല്ലാം ഇപ്പോൾ ഈ അറ്റാക്ക് കണ്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ്. ചോപ്പറും പറയുന്നുണ്ട്, ഈ വന്നിരിക്കുന്നവൻ ആളിത്തിരി പ്രശ്നക്കാരനാണല്ലോ എന്ന്. ഇപ്പോ സോറോ ആണെങ്കിൽ വാളും കൊണ്ട് ഇമുവിന്റെ മുന്നിൽ കയറി നിൽക്കുന്നുണ്ട്. സോമേഴ്സ് ഇപ്പൊ ആ ഹേർട്ട് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് പറയുന്നുണ്ട്, ഓ ഹാർട്ട് എന്തായാലും ഇടിക്കുന്നുണ്ട്, അപ്പോൾ സേഫാണ്. സോറോ ഇപ്പോൾ ഇമുവിനോട് ചോദിക്കുന്നുണ്ട്, നീയും ഈ ഹോളി നൈറ്റ്സിലുള്ളതാണോ? ഒരു സംശയവും വേണ്ട, ഇവൻ നമ്മുടെ ശത്രു തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഹാജറുദ്ദീൻ ആണെങ്കിൽ ഇപ്പോൾ ഇമുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. സ്റ്റാൻസൺ ആണെങ്കിൽ ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്, ഹാജറുദ്ദീൻ വേണ്ട, ചാടിക്കേറി ഒന്നും ചെയ്യരുത്. ഇവൻ ആരാണ്, എന്താണ് ഇവന്റെ എബിലിറ്റീസ് എന്നൊന്നും നമുക്ക് ഇതുവരെയും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. സോ ഇപ്പോൾ ഇത് പറഞ്ഞ് സ്റ്റാൻസൺ വരുമ്പോഴേക്കും ഇമു ഹാജറുദ്ദീനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാൻസൺ ആണെങ്കിൽ ഹാജറുദ്ദീനെ ചവിട്ടി മാറ്റുന്നുണ്ട്. അങ്ങനെ ഹാജറുദ്ദീന് പകരം ആ അറ്റാക്ക് സ്റ്റാൻസൺ ഏറ്റുവാങ്ങിയിട്ട് പുള്ളിക്കാരന്റെ കാല് ഒരെണ്ണം കട്ടായി പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ സ്റ്റാൻസന്റെ കാലിങ്ങനെ മുറിഞ്ഞു പോയത് കണ്ടിട്ട് ഹാജറുദ്ദീൻ ആണെങ്കിലും സ്റ്റാൻസൺ എന്ന് വിളിച്ച് അലറുന്നുണ്ട്. ചോപ്പർ ഇത് കണ്ട് ആകെ ഇങ്ങനെ പകച്ചു നിൽക്കുന്നു. ബാക്കിയുള്ള ജയൻസും പറയുന്നുണ്ട് ഇമുവിന്റെ അടുത്തു നിന്ന് അകലം പാലിച്ച് നിൽക്കാൻ. ഹാജറുദ്ദീൻ ഇപ്പോൾ പറയുന്നുണ്ട്, സ്റ്റാൻസൺ എന്നോട് ക്ഷമിക്കടാ, ഞാൻ കാരണമാണ് നിന്റെ കാല്. ബ്രോഗി ആണെങ്കിൽ ഇപ്പോൾ ഇമുവിന്റെ അടുത്ത് ആരാടാ നാറി നീ എന്ന് ചോദിക്കുന്നുണ്ട്. സോറോ ഇപ്പോൾ ആ 3 ആളുകളും കൊണ്ട് ഇമുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. കിങ് ഓഫ് ഹെൽ, സാന്തോര്യു, റെങ്കോക്കു, ഒനിഗിരി. ഇപ്പോൾ സോറോ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് കണ്ട ഇമു ആണെങ്കിൽ അവന്റെ വാല് വെച്ചിട്ട് ആ അറ്റാക്ക് തടയുന്നുണ്ട്. ഇമു എന്നിട്ടിപ്പോൾ കയ്യിലൊരു കറുത്ത ഫ്ലെയിം സമ്മൺ ചെയ്യുന്നുണ്ട്. ഒമൻ എന്നാണ് ആ ടെക്നിക്കിന്റെ പേര് ഇമു പറയുന്നത്, അതായത് ഡീമൺ ഓറ. അവനിപ്പോൾ അത് സോറോയുടെ ഫേസിലേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. അതുവന്ന് അടിച്ചതും സോറോ ആണെങ്കിൽ ഇപ്പോൾ തെറിച്ചു പോകുന്നുണ്ട്. സോറോയുടെ മുഖത്തു നിന്നൊക്കെ ചോര തെറിക്കുന്നത് കാണാം. ഇപ്പോൾ ഈ സീൻ കണ്ടിട്ട് ചോപ്പർ ആണെങ്കിലും സോറോ എന്ന് വിളിച്ച് അലറുന്നുണ്ട്. ഹാജറുദ്ദീൻ ഇപ്പോൾ ആ ഒരു വലിയ മഴ കൊണ്ട് ഇമുവിനെ വെട്ടാനായിട്ട് ചാടി വരുന്നുണ്ട്. ഇമു ഇപ്പോൾ അവന്റെ നേരെയും ആ ഒമൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പൊ എന്തോ ഒരു ഡെവിള് പോലത്തെ ഒരു നിഴല് ഹാജറുദ്ദീന് നേരെ വരുന്നതും കാണാം. പിന്നെ ഒരു വൻ എക്സ്പ്ലോഷൻ ആണ് അവിടെ നടക്കുന്നത്. എല്ലാവരും ഹാജറുദ്ദീൻ എന്ന് വിളിച്ച് അലറുന്നുണ്ട്. ഹാജറുദ്ദീൻ ആണെങ്കിൽ ഇപ്പൊ ആ വലിയ അറ്റാക്ക് ഏറ്റിട്ട് മറിഞ്ഞ് താഴേക്ക് വീഴുന്നു. നാശം പിടിക്കാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സോറോയും ഇപ്പോൾ ഇവിടെ മുറിവ് പറ്റി താഴെ കിടപ്പുണ്ട്.
ഇമു ഇപ്പോൾ കുറച്ചുകൂടെ വലിപ്പത്തിൽ ഒരു വട്ടത്തിലുള്ള ഒരു ഓമൻ ഫ്ലെയിം സോമേഴ്സിന് നേരെ വിടുന്നു. ജയൻസ് ഒക്കെ ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട് ദേ വീണ്ടും ആ കറുത്ത ഫ്ലെയിം വരുന്നു എന്ന്. ഇപ്പൊ അത് നേരെ സോമേഴ്സിന്റെ മുകളിലേക്ക് വന്ന് വീണിട്ട് അവിടെ മുറിഞ്ഞു കിടന്ന സോമേഴ്സ് ഹീലായി എഴുന്നേക്കുന്നുണ്ട്. പെട്ടെന്നാകട്ടെ സോമേഴ്സ്, എനിക്ക് അങ്ങനെ ഇവിടെ നിന്ന് വേസ്റ്റ് ചെയ്ത് കളയാൻ ഒരുപാട് സമയം ബാക്കിയില്ല എന്ന് ഇമു പറയുന്നുണ്ട്. സോമേഴ്സ് ആണെങ്കിലും ഇപ്പോൾ അവിടുത്തെ ഉത്തരവ് പോലെ ഗ്രേറ്റ് വൺ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോ അപ്പോൾ 5 എൽഡേഴ്സ് മെരി ജോയ്സിൽ വെച്ച് പറഞ്ഞതുപോലെ തന്നെ ഇമുവിനെ അധികം നേരം എൽബാഫിൽ, അതായത് ഇവിടെ ഈ ലോവർ വേൾഡിൽ തുടരാനായിട്ട് കഴിയില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട് അതിന്റെ പിന്നിൽ. ഇപ്പോൾ തിടുക്കത്തിൽ സോമേഴ്സും ഇമുവും മുകളിലേക്ക് ജെറ്റ് പോലെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. അതായത് ഇമുവിന്റെ പ്രസൻസ് ഇവിടുന്ന് മാറുമ്പോഴേക്കും ഇവിടെ ആ ഡെവിളിന്റെ രൂപത്തിലായിട്ടുള്ള വീടുകളുണ്ടല്ലോ, അതെല്ലാം പഴയ പടിയായിട്ട് മാറുന്നുണ്ട്. ചോപ്പർ ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട് സോറോ എത്രയും പെട്ടെന്ന് ഈ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറൂ. അതേപോലെ തന്നെ പരിക്കേറ്റവരെയും ബോധം പോയ കുട്ടികളെയൊക്കെ എത്രയും പെട്ടെന്ന് വീടുകൾക്കുള്ളിലേക്ക് ആക്കാനും ചോപ്പർ പറയുന്നുണ്ട്. എൽഡർ ജാറുൽ ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. പുള്ളി ഇപ്പോൾ എൽബാഫിലുള്ള എല്ലാവർക്കുമായിട്ട് ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കുക, ഹോളി നൈറ്റ്സിനെക്കാട്ടിലും മുകളിൽ പവറുള്ള ഒരുത്തൻ ഈ എൽബാഫിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന്. സോ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇമു ഇങ്ങനെ എൽബാഫിന് മുകളിൽ കൂടെ ചിറക് വിരിച്ച് പറക്കുകയാണ്. ആ ഒമൻ, അതായത് ആ ഡീമൻ ഓറയൊക്കെ അവന്റെ മുകളിലായിട്ടുണ്ട്. ഇപ്പോൾ ഓരോ വില്ലേജിൽ നിൽക്കുന്ന ജയൻസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പുല്ല്, ഇനി ആരെയാ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തിരിക്കുന്നത്, ഇതിനൊന്നും ഒരു അവസാനവും ഇല്ലേ, എല്ലാവരും തയ്യാറായിരിക്കും, ആരും ആയുധങ്ങൾ താഴെ വെക്കരുത്. കോപ്പ്, ഇവിടുത്തെ ഈ തീപിടുത്തവും ഈ തകർന്നു വീണ വീടുകളും ഒക്കെ കണ്ട് എനിക്ക് മതിയായി. ഇമു ഇപ്പോൾ ഇങ്ങനെ പറന്ന് നമ്മുടെ ഗുങ്കോ പെട്ട് കിടക്കുന്ന ഐസ് ബ്ലോക്കിന്റെ അടുത്ത് എത്തുന്നുണ്ട്. ഇപ്പോൾ ഇമുവിന്റെ കയ്യിലിരിക്കുന്ന ക്ലൗഡ്സ് ഒക്കെ ഉള്ള വെപ്പണാണെങ്കിൽ ഒരു പീരങ്കി പോലെ ട്രാൻസ്ഫോം ആവുന്നുണ്ട്. അതിൽ നിന്നിപ്പോൾ ആ ഐസ് ബ്ലോക്കിന് നേരെ ഒരു കറുത്ത ഫ്ലെയിം ഇമു ഷൂട്ട് ചെയ്യുകയാണ്. അതായത് ഒരു ചെകുത്താനെ പോലെ ഇരിക്കുന്ന ഒരു രൂപം. അത് വന്ന് അടിച്ചിട്ട് ഇപ്പോൾ അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ നടന്നിരിക്കുകയാണ്. ഗുങ്കോ രക്ഷപ്പെട്ടോന്നറിയില്ല. എന്തായാലും ഇമു അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ സൺഡർലമിൽ ആ എലവേറ്റർ വന്ന് നിന്ന ഭാഗം, അതായത് ഗബാന്റെ ഗ്രൂപ്പ് ഉള്ള സ്ഥലം നമ്മളെ കാണിക്കുകയാണ്. ഈ ഇമുവിന്റെ പ്രസൻസ് സെൻസ് ചെയ്ത ഗബാൻ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയായി ഈ എൽബാഫിൽ നടക്കുന്നത്, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാക്കി ഞാൻ എന്റെ കരിയറിൽ ഇതുവരെ സെൻസ് ചെയ്തിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഗോഡ് വാലിയിൽ പോലും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാക്കിയുടെ പ്രസൻസ് ഇല്ലായിരുന്നു. ഇനി നമ്മളെ വാൾറ സ്കൂളാണ് കാണിക്കുന്നത്. അവിടുത്തെ ആ തണുത്തുറഞ്ഞു കിടന്ന ഫുഡ് ഐറ്റംസ് എല്ലാം ലോക്കി ഇപ്പോൾ അവന്റെ പവർ ഉപയോഗിച്ചിട്ട് ചുട്ട് കരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലൂഫിക്ക് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ലൂഫി പറയുന്നുണ്ട് ഫുഡ് എല്ലാം കരിഞ്ഞു പോയിന്ന്. ലോക്കി ഇപ്പോൾ അവനോട് പറയുന്നുണ്ട് കിടന്ന് ചിലക്കാതടാ ഊളെ, ഒന്നുമില്ലെങ്കിലും ആ തണുത്തുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇത്. എന്നിട്ടിപ്പോൾ ആ ഫുഡ് ഇങ്ങനെ വലിച്ചു വാരി തിന്നുന്ന ലോക്കി ലൂഫിയോടും റാഗ്നറിനോടും പറയുന്നുണ്ട് കിട്ടുന്ന സമയം കൊണ്ട് പറ്റാവുന്ന അത്രയും വെട്ടി കയറ്റിക്കൂ. ലക്ഷണം കണ്ടിട്ട് ഏതോ ഒരു കിറുക്കൻ എൽബാഫിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഫൈറ്റ് ചെയ്യാൻ എനർജി ആവശ്യമാണ്. ആ ശരിയാ, എനിക്കും ആ പ്രസൻസ് കിട്ടുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ലൂഫി അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. മുടിഞ്ഞ ചൂടാണ് ഫുഡിനെന്നൊക്കെ അവൻ പറയുന്നു. റാഗ്നർ ആണെങ്കിലും ഇപ്പോൾ ആവേശത്തിൽ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നാമിയും ടീമും ഉള്ള സൈഡാണ് നമ്മളെ ഇനിയും കാണിക്കുന്നത്. ബ്രൂക്കും ഉസോപ്പും ഇപ്പോഴും താഴെ കിടക്കുകയാണ്. ഇതെന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് നാമി വന്ന് ചോദിക്കുന്നുണ്ട്. ജിംബെ ആണെങ്കിലും പറയുന്നുണ്ട് യാതൊരു ഐഡിയ ഇല്ല, പക്ഷെ ഇപ്പൊ ഇവിടെയുള്ള ഈ ഹാക്കി ഇതൊരു ഒന്നൊന്നര ഹാക്കിയാണ്. ഇനി ഇതാ ഗോഡ് നൈറ്റ്സിന്റെ കൂട്ടത്തിലുള്ള ആരുടെയെങ്കിലും ആണെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജിംബെ ഇപ്പൊ ഇങ്ങനെ നോക്കുകയും കില്ലിംഗ് ഹാം ആണെങ്കിൽ അവിടെ കടന്ന് കരഞ്ഞുകൊണ്ട് ഗ്രേറ്റ് വൺ എന്ന് വിളിക്കുന്നുണ്ട്. സോ ഇപ്പോൾ അവന്റെ ദേഹത്തെ ആ ബാൻഡേഡ് എല്ലാം പൊട്ടി മാറിയിട്ട് അവന്റെ നേരെയും ഇമു ഒരു ഓമൻ ഇങ്ങനെ കൊടുക്കുകയാണ്. അവനിപ്പോ വിളിച്ചു പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇമൂസമ. ഏയ് ആരാടാ നീ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പൊ അവിടെ നിൽക്കുന്ന ഇമുവിന് നേരെ സാഞ്ചി ചെല്ലാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ചുറ്റും കുറെ ബ്ലാക്ക് ഫ്ലെയിംസ് ഒക്കെ ആയിട്ട് ഇമു അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഇമുവിന്റെ നേരെ സാഞ്ചി ചെല്ലുന്നുണ്ട്. സാഞ്ചി സൂക്ഷിച്ച്, കണ്ടിടത്തോളം ആ ആളിത്തിരി പെശ കാണുന്ന ജിംബെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു. പക്ഷെ സാഞ്ചി അപ്പോഴത്തേക്കും ആര് പറഞ്ഞിട്ടാടാ ഞാൻ കെട്ടിയിട്ടവനെ നീ അഴിച്ചു വിട്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഇമുവിനെ കിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇമു ഇപ്പോൾ നൈസായിട്ട് അത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് സാഞ്ചി ഒന്ന് പകച്ചു നിൽക്കുമ്പോഴേക്കും കാല് മടക്കി സാഞ്ചിക്ക് നേരെ ഒരു കിക്ക്. ഇപ്പൊ ആ കാലിലും ബ്ലാക്ക് ഫ്ലെയിംസ് നമുക്ക് കാണാം. സോ ഇപ്പോൾ ഇവിടെ ഹാജറുദ്ദീൻ്റെ അവിടെ സംഭവിച്ചതുപോലെ തന്നെ വലിയൊരു എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ട്. നാമി ആണെങ്കിൽ സാഞ്ചി കുൻ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. ജിംബെ ആണെങ്കിലും ഇപ്പോൾ അവിടെ എല്ലാം പടരുന്ന ഈ ഫ്ലെയിംസ് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഈ കറുത്ത ഫ്ലെയിംസ്. സോ ഗൈസ്, അങ്ങനെ ഫൈനലി ഇമുവിന്റെ മുന്നിലേക്ക് ലോക്കി എത്തിയിരിക്കുകയാണ്. ലോക്കി ഇപ്പൊ ചോദിക്കുന്നുണ്ട് ഹേയ് നീ ആരാ, ഈ എൽബാഫിൽ നിനക്കെന്താ കാര്യം? ഞാനിവിടേക്ക് ഒരു കുറ്റവാളിയെ തേടി വന്നതാ. 14 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടിമയായ ഹരാൾഡിനെ ഇവിടെ വെച്ച് കൊന്ന ആ കൊലപാതകിയെ. ലോക്കി ഇപ്പൊ പറയുന്നുണ്ട് അദ്ദേഹം നിന്റെ അടിമയൊന്നും ആയിരുന്നില്ല. നീ പറഞ്ഞ ഹരാൾഡ് എൻ്റെ അച്ഛനാണ്. ഈ എൽബാഫിന്റെ രാജാവായിരുന്നു അദ്ദേഹം. പിന്നെ നീ തേടി വന്ന ആ കൊലപാതകി അത് മറ്റാരുമല്ല, ഞാനാണ്. സോ ഗൈസ്, ഇതൊരു കിടിലം പാനലാണ്. ലോക്കി ഇങ്ങനെ റാഗ്നറും പിടിച്ചുകൊണ്ട് നെഞ്ചും വിരിച്ച് ഇമുവിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ആ ഒരു സൈസ് ഡിഫറൻസ് തന്നെ അന്യായമാണ്. പക്ഷെ ഇമുവിന്റെ പവേഴ്സ് ഇതൊക്കെ ആയതുകൊണ്ട് എന്ത് നടക്കും എന്ന് നമുക്ക് കറക്റ്റ് പറയാനേ പറ്റില്ല.
ആ ഏരിയ ഫുൾ ഇപ്പോൾ ഇമുവിൻ്റെ ആ കറുത്ത ക്ലൗഡ്സും അതേപോലെ തന്നെ ലോക്കിയുടെ ഇടിമിന്നലും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ലോക്കി ആണെങ്കിൽ നല്ല കലിപ്പിൽ നിൽക്കുന്നു. ഇമു ഇപ്പോൾ ലോക്കിയോട് പറയുന്നുണ്ട്, ഇവിടെ നടന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നീയാ, നീ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയൊന്നും കുഴപ്പം ഇവിടെ നടക്കില്ലായിരുന്നു. ലോക്കി ഇപ്പോൾ പറയുന്നുണ്ട്, എടാ കോപ്പേ, ഒരു കാര്യം നിന്റെ ആ പേട്ട് തലയിലേക്കൊന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചു. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് എൻ്റെ സ്വന്തം രാജ്യത്താടാ, എൻ്റെ എൽബാഫിൽ. ഞാൻ ഇവിടെ അല്ലാതെ പിന്നെ എവിടെയാടാ കാലുറപ്പിച്ച് നിൽക്കണ്ടേ? ഗൈസ്, അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് ഇമുവിൻ്റെ പുറത്തുള്ള ആ ഒരു കേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ പുറത്തെ ആ ഒരു ടാറ്റു ഈ ചാപ്റ്ററിൽ ഫുള്ളായിട്ട് വിസിബിൾ ആയിട്ടുണ്ട്. അത് ആ ഡീപ്പ് സീ കോൺട്രാക്റ്റിൻ്റെ ഒരു ടാറ്റു ആണ്. അതായത് ഇമുവിൻ്റെ കോൺട്രാക്റ്റുകളിൽ ഏറ്റവും ഹയർ ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഹോളി നൈറ്റ്സിൻ്റെ ബോഡിയിലുള്ളതും അതേപോലെ തന്നെ ഹരാൾഡിനെ ഇമ്മോർട്ടലാക്കി എടുത്ത കോൺട്രാക്റ്റും ഒക്കെ ഇതാണ്. അതേപോലെ തന്നെ ഇമുവിൻ്റെ ഈ രൂപം, എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ ഇമുവിൻ്റെ ഒറിജിനൽ രൂപം അല്ലായിരിക്കാം. അത് അവൻ്റെ ഡെവിൾ ഫ്രൂട്ടിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കും. അതായത് നമ്മുടെ ലൂഫി ഗിയർ 5 ഉള്ളതുപോലെ ഒരു ടൈം ലിമിറ്റ് കാണും അതിന്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇമു സോമേഴ്സിനോട് പറഞ്ഞത് പെട്ടെന്ന് പണി തീർത്തിട്ട് എൽബാഫിൽ നിന്ന് ഇമുവിന് പോകണമെന്ന്. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്കൈപ്പിയയിൽ ആ എനേരുവുമായിട്ട് സ്ട്രോ ഹാറ്റ്സ് ഫൈറ്റ് ചെയ്ത ആ സംഭവങ്ങളുടെ ഒരു ബിഗ്ഗർ വേർഷൻ പോലെ തോന്നി. എന്തായാലും നെക്സ്റ്റ് ചാപ്റ്ററൊക്കെ ചുമ്മാ തീ ആയിരിക്കും. സോ ഫൈനലി അവർ രണ്ടുപേരും നേർക്ക് നേരെ വന്നിരിക്കുന്നു എന്നുള്ള ഒരു എഡിറ്റേഴ്സ് നോട്ടിലാണ് നമ്മളുടെ ഈ കിഡിലൻ ചാപ്റ്റർ അവസാനിക്കുന്നത്. സംഭവം ക്ലിഫ് ഹാങ്ങർ ആണെങ്കിലും അടുത്ത ആഴ്ച ബ്രേക്ക് ഇല്ല, അതൊരു ആശ്വാസമാണ്. സോ ഗൈസ്, അപ്പോൾ പറഞ്ഞൊന്നും മറക്കണ്ട, വീഡിയോയ്ക്കും നമ്മളുടെ ചാനലിന് നല്ല സപ്പോർട്ട് തരിക. ഈ ചാപ്റ്ററിനെ പറ്റിയുള്ള നിങ്ങളുടെ തോട്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.